ഫുട്ബോൾ കരിയറിന്റെ സായാഹ്നത്തിലേക്ക് എത്തിയ ഒരു 40-കാരനെ എതിർത്തു നിൽക്കാൻ അവർ ഒരു 19-കാരനെ സമീപിച്ചു. അവർ എന്ന് പറഞ്ഞാൽ ഒരു ജനക്കൂട്ടം തന്നെ. ഒരു 19-കാരൻ സ്വന്തം വ്യക്തിഗത മികവിലാണെങ്കിലും വ്യക്തിഗത നേട്ടങ്ങളിലാണെങ്കിലും മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യഥാർത്ഥ യുവ പ്രതിഭ എന്ന് തന്നെ പറയാം. അയാളുടെ പേര് ലാമിൻ യമാൽ. നേഷൻസ് ലീഗിലടക്കം സ്പെയിനിനെ ഫൈനൽ വരെ എത്തിച്ച ലാമിൻ യമാലിന് എന്നാൽ ഫൈനലിൽ പിഴയ്ക്കുകയാണ്. അയാളെ അതോടെ ട്രോളാൻ തുടങ്ങുകയാണ്. കാരണം ഫൈനലിൽ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും അല്ലെങ്കിൽ ആ യുവതാരത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു. എന്നാൽ പോർച്ചുഗലിന്റെ ഇതിഹാസ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് അയാളെ വെറുതെ വിടൂ എന്നതാണ്. കാരണം അയാൾ ഒരു യുവ പ്രതിഭയാണ്, അയാൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. മറ്റൊന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ കിരീട നേട്ടമാണ്. അയാളുടെ കിരീട നേട്ടം അത് മൂന്നാമത്തെ പോർച്ചുഗൽ ചരിത്രത്തിൽ ഒരാൾ 3 കിരീടം നേടുന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമാണ്. ആ ഒരു കിരീട നേട്ടത്തിലെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സിനിമ ഡയലോഗ് മിന്നൽ മുരളിയിലെ ഈ ഡയലോഗാണ്. അന്ന് അപ്പൻ എന്റെ കണ്ണുകളിൽ കണ്ട ആ നിയോഗം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ നാടിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ, ഇവിടെ കാവലായി നിൽക്കേണ്ടവൻ. ഞാൻ കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാം. ഈ ഒരു ഡയലോഗ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് തന്നെയാണ്. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിൽ എത്തുന്നതിന് മുമ്പുള്ള ചരിത്രവും അയാൾ എത്തിയ ശേഷമുള്ള ആ ചരിത്രം എടുത്തു നോക്കിയാൽ അത് വ്യക്തമാക്കാവുന്നതാണ്. ഒരു ഫുട്ബോൾ കരിയറിന്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇനിയും ഒരു ബാല്യമുണ്ടെന്ന് അവർ തിരിച്ചറിയുകയാണ് ഈ ഒരു ഫൈനലിലൂടെ. മാത്രമല്ല അയാൾ വീണ്ടും ഒരു ലോകകപ്പിന് കൂടി തയ്യാറാണെന്ന് വീണ്ടും വിളിച്ചു പറയുകയാണ് ലോകത്തോട്. എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോ ഇതൊരു തുടക്കം മാത്രമാവാം. നശിപ്പിക്കാനും കൊന്നു തിന്നാനും ഇനിയും പല ശക്തികൾ വന്നേക്കാം. ആരൊക്കെ വന്നാലും നേരിടാൻ തയ്യാറായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എന്റെ നാടിന്റെ രക്ഷകനായി, അവരുടെ സ്വന്തം മിന്നൽ മുരളിയായി.